ഇത് കണ്ടിട്ടില്ലാത്തവർ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് ഏതോ വലിയ ലൈബ്രറി ആണെന്ന്. എന്നാൽ സ്നേഹത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച ഒരു വലിയ കുടുംബത്തിൻ്റെ വീടാണിത്. മക്കളും കൊച്ചുമക്കളുമൊക്കെയായി ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ടാകാം. പല പല രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകാം. പല നിയമനിർമ്മാണങ്ങൾ ഇവിടുന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകാം. കൊച്ചുമക്കളും മക്കളുമായിട്ട് ഇവിടെ കൂടെ കൈപിടിച്ച് നടന്നിട്ടുണ്ടാകാം, അല്ലേ? ഇവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടാകാം. വായനയിൽ കൂടി പലതും നേടാം. വായനയിലും വിദ്യാഭ്യാസത്തിലും മിടുക്കിയായിരുന്നൊരു ധീരവനിതയാണിത്. ഇന്ത്യ കണ്ട ധീരവനിത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വീടാണിത്. രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അവരുടെ കുടുംബങ്ങളുമായിട്ടൊക്കെ താമസിച്ച വീട്. ഡൈനിങ് റൂം, ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാകും, അല്ലേ? എന്തുമാത്രം ഫുഡ് കഴിച്ചിട്ടുണ്ടാകും ഇവർ ഇവിടെ നിന്നിട്ട്. പഴയകാല AC ആണിതെല്ലാം. അന്നത്തെ തുണികൾ, അവരുടെ ചെയർ, ചെരുപ്പുകൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഇവിടെ ചെന്ന് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. സ്നേഹിച്ച് സ്വന്തം സുരക്ഷാ ഫണ്ടിൽ നിന്ന് തന്നെ വെടിയേറ്റ് മരിക്കേണ്ടി വന്നു. ഓർത്ത് കാണത്തില്ല ഞാൻ എൻ്റെ സ്വന്തം സുരക്ഷാ ഫണ്ടിൽ നിന്ന് വെടിയേറ്റ് മരിക്കുമെന്ന്. അതേപോലെ സ്നേഹിച്ചിട്ടുണ്ടാകാം, വിശ്വസിച്ചിട്ടുണ്ടാകാം. ഉടുത്തിരുന്ന അതേ സാരി തന്നെയാണ്, ചോരക്കര ഉരുണ്ട്. തൊഴിൽ തൂക്കിയ സഞ്ചി, ഇട്ടിരുന്ന ചെരുപ്പ് എല്ലാം അതേപോലെ നിലനിർത്തിയിരിക്കുന്നു ഇവിടെ. ഇന്ദിരാഗാന്ധി മ്യൂസിയമാണിത്. ഇതൊക്കെ കാണുമ്പോൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും എന്തുമാത്രം വിഷമമുണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. ഇട്ടിരുന്ന ഈ തുണി മാത്രമേ ബാക്കിയായുള്ളൂ. പഴയകാല ചെരുപ്പുകൾ എല്ലാം അതേപോലെ തന്നെ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പഴയ ലാപ്ടോപ്പ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.